Hi, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. What major blessings are coming for you? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്, ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഇവിടെ 3 ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് ഗ്രൂപ്പിനോടാണോ, എസ്പെഷ്യലി ഏത് പിക്ചറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. So select your group, then we can start. Hey, group number 1, what major blessings are coming for you? So group number 1, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ്, നിങ്ങൾ സ്നേഹം കൊണ്ട് ട്രാപ്ഡ് ആവുന്ന പോലത്തെ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് സ്നേഹം ഒരു പ്രോബ്ലം ആയിട്ട് ഉണ്ടായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലത്തെ ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നതായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ ട്രാപ്ഡ് ആവുക ഇൻ ദ സെൻസ് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതായിരിക്കാം, ഫൈനലി നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് കിട്ടുന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്യാനോ, അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ഇമോഷൻസിലും വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്, സ്നേഹം കൊണ്ട് നിങ്ങൾ തളയ്ക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നല്ല രീതിയിലാണ് അത്. ഓക്കെ, സോ നല്ല രീതിയിൽ അത് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ വിട്ടു നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും, കാരണം ചില ആളുകൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, സ്നേഹം കൊണ്ട് നിങ്ങൾ വളരെ ഫുൾഫിൽഡ് ആയിട്ട് തോന്നിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ആളുകളെ കൊണ്ടാണെന്നുണ്ടെങ്കിലും, ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ മാത്രം എന്നുള്ളതല്ല, സ്നേഹം എവിടെയൊക്കെ കണക്റ്റഡ് ആവുന്നുണ്ടോ അവിടുന്നൊക്കെ നിങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നല്ലൊരു പേഴ്സണെ നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹിക്കാൻ കഴിവുള്ള ഒരു പേഴ്സണെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങൾക്കും അതുപോലെ തന്നെ തിരിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളും ഡിസേർവ് ആണ്, സ്നേഹത്തിന് വേണ്ടി ഡിസേർവ് ആണ്. നിങ്ങൾക്കും സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ള ചില കൺഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത്, അതുപോലത്തെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഉടൻ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഗ്രൂപ്പ് നമ്പർ 1, what major blessings are coming for you? Group number 1, what major blessings are coming for you? So നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത ഇമോഷണലി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് ട്രിഗർ ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആങ്സൈറ്റി, പേടിയൊക്കെ ചില സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു പുതിയ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഒരുപാട് പേടിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. കാരണം ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചില ആങ്സൈറ്റി, പേടി നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ടൈമിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരുപാട് ഡേ ഡ്രീം ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ചില ആളുകൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. സോ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, അത് റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അതുവരെ നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ആയിരിക്കണം എന്നില്ല അത്. ഓൾറൈറ്റ്, സോ അത് കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റും, അതെങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അതെങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ചില അനുഭവങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഒരു ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇത്ര കാലം നിങ്ങൾ ഫേസ് ചെയ്യാൻ പേടിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ലൈഫിൽ സംഭവിക്കുകയോ
അല്ലെങ്കിൽ അത് സംഭവിച്ചാൽ നിങ്ങൾ അതെങ്ങനെ ഡീൽ ചെയ്യാൻ പോകുന്നുള്ള ഇത് ആലോചിച്ചിട്ട് പേടിയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ലൈഫിലാണെന്നുണ്ടെങ്കിലും സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷെ അതിലേക്ക് നിങ്ങൾ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അത് ഒരു ജോബ് ആയിരിക്കാം, ജോലിയൊക്കെ നിങ്ങൾക്ക് വലിയ ആഗ്രഹമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ചില കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കുന്നത് ഇത് വരുന്നൊരു സമയത്ത് നിങ്ങളുടെ ഒരു റിയാക്ഷൻ ആണ്. ഓക്കെ, സോ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ചില ഇമോഷണൽ സിറ്റുവേഷൻ ആണ്. ഓൾറൈറ്റ്, സോ അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഗ്രൂപ്പ് നമ്പർ 1. കാരണം നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് കൂടുതൽ കാര്യങ്ങളായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസിലേക്കാണ് സിറ്റുവേഷൻ നിങ്ങളെ ലീഡ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്തൊരു കാര്യമാണ് അല്ലെ. സോ അവിടെ നമുക്ക് പേടി ഉണ്ടാവും, എങ്ങനെ അത് നമുക്ക് ചെയ്യാൻ സാധിക്കും, എങ്ങനെ അത് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പക്ഷെ ആ ഒരു സ്റ്റേജ് നമ്മൾ ഓവർകം ചെയ്ത് വരുന്ന സമയത്ത് അത് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നതും നിങ്ങൾ ഈ ഒരു സമയം എന്താണോ പേടിക്കുന്നത് അതിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ആവാൻ പോവാണ്, അതിൽ നിങ്ങൾ ഒരുപാട് കോൺഫിഡന്റ് ആവാൻ പോവാണ് ഗ്രൂപ്പ് നമ്പർ 1. ഓൾറൈറ്റ്, സോ അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓൾറൈറ്റ്, കാരണം ചില ആളുകൾ നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ചില സിറ്റുവേഷനിലേക്ക് വരുന്നത്. അത് നിങ്ങളുടെ ജോബ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിങ്ങൾ ചില ടാസ്കിലേക്ക് ഇറങ്ങി വരുന്നത്, അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പേടിയായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് പേടിയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. സ്പെഷ്യലി ഇമോഷണലി വരുന്ന സമയത്ത് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതും നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഇമോഷണലി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പാസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീണ്ടും അതിൽ റീവോക്ക് ചെയ്യാനും അത് ഹീൽ ചെയ്യാനും വളരെ നല്ല രീതിയിൽ അത് കണക്ട് ചെയ്യാനും അതിന്റെ മേലെ നല്ല കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കാരണം നിങ്ങൾക്ക് ഇനി അത് സാധിക്കുമോ, നിങ്ങൾക്ക് ഇനി നല്ലൊരു പാർട്ട്ണർ ആവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ സാധിക്കുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പേടിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങൾക്കൊരു പുതിയ അനുഭവം അതിൽ ഉണ്ടാവുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്കൊരു പുതിയൊരു വ്യക്തിയെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഓൾറൈറ്റ്, ചില ആളുകൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയോ പുതിയ പൊസിഷനിലേക്കോ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത പ്ലേസിലേക്ക് ചില ആളുകൾ വരുന്നതായിരിക്കാം. നിങ്ങൾക്കൊട്ടും ഫെമിലിയർ അല്ലാത്ത ചില ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ പോകുന്നതായിരിക്കാം. അതായത് ആദ്യമായിട്ടൊരു സിറ്റുവേഷനിലേക്ക് വരിക, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോബ് ആയിരിക്കാം, ആദ്യമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കണം. ഇത്ര കാലമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1, സോ നിങ്ങൾ അറിയാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊന്നും നിങ്ങൾക്കൊരു വെയിറ്റ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരു മ്യൂച്വൽ കണക്ഷൻസ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് വസ്തു ആണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ആളുകളാണെന്നുണ്ടെങ്കിലും മ്യൂച്വലി ചില ഒരു കൈൻഡ് ഓഫ് ടെലിപ്പത്തിക് കണക്ഷൻ പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് നിങ്ങൾക്ക് ഇടയിൽ സംഭവിക്കുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ ആഗ്രഹവുമായിട്ട്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ എന്തെങ്കിലും ഒരു മേജർ ഡിസയർ ആയിരിക്കാം. സോ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എസ്പെഷ്യലി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടേതാക്കാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഈ സമയം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇമോഷൻസ് ആണ്. ഓൾറൈറ്റ്, നിങ്ങളുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ടൈം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ഇമോഷൻസ് ചില പ്ലേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാൻ സാധിക്കാത്തത്. അത് ചില കാര്യത്തിനോടുള്ള അമിതമായിട്ടുള്ള ഒരു ഇഷ്ടമായിരിക്കാം, അത് നിങ്ങൾക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. ഓൾറൈറ്റ്, ഓർ നിങ്ങളുടെ ചില ഇമോഷൻസ് ആയിരിക്കാം. സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക, എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെ നന്നായിട്ട് അത് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ സ്നേഹം. കാരണം ഈ സമയം നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സെൽഫ് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ കൂടെ കാണുന്നുണ്ട്. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ആഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. സോ അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയം നിങ്ങൾ കുറച്ചുകൂടെ ഒരു സെൽഫ് വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, സെൽഫ് ഹീൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ ഇമോഷൻസ് അത് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാം. ആൻഡ് മെയിൻലി നിങ്ങളുടെ ഹാർട്ട് ചക്ര
കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ ഒരു റിസീവിംഗ് മോഡ് കുറച്ചുകൂടെ ഓപ്പൺ ആവേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്തോ ഒരു കാര്യം വാങ്ങിക്കാൻ പോവാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. ഓക്കെ, സോ അത് വരുന്ന സമയത്ത് മേ ബി ലൈക്ക് നിങ്ങൾ ഡിസേർവ് ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. വരുന്ന കാര്യം നിങ്ങൾ തന്നെ ഡൗട്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്, നിങ്ങൾ അത് ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ചില കാര്യങ്ങൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക ഈ ഒരു സമയം. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണിത്. കാരണം നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. സോ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയം നിങ്ങൾ കുറച്ചുകൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതും താങ്ക് യു പറയുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരാൾ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്തോ ഒരാൾ നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് പെരുമാറുന്ന സമയത്തോ അത് ഡൗട്ട് ചെയ്യാതെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, അത് സ്നേഹമായിരിക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും സഹായമായിരിക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയിരിക്കാം. സോ ഈ സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് പേടിപ്പിക്കുന്നുണ്ട്, ട്രിഗർ ചെയ്യിക്കുന്നുണ്ട്, ഇമോഷണലി ഡൗൺ ആക്കുന്നുണ്ട്, ഇമോഷണലി ഇംബാലൻസ്ഡ് ആക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ് നിങ്ങൾ എന്താണ്, എന്ത് സിറ്റുവേഷൻ ആണെന്നുള്ളത്. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വരുന്നതായിരിക്കാം, പെട്ടെന്ന് ഇമോഷണലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആയിരിക്കാം. സോ ലെറ്റ്സ് സീ എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വെരി സൂൺ. ഓക്കെ, പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. എസ്പെഷ്യലി യാത്ര റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരിക്കാം, ഓർ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കമ്പാനിയൻ, എസ്പെഷ്യലി വെഹിക്കിൾ. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും വെഹിക്കിൾ വാങ്ങിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫേവറേറ്റ് വാഹനമായിരിക്കാം, ഒന്നുകിൽ അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ല, ഓൾറൈറ്റ്, ഓർ നിങ്ങൾക്കത് നഷ്ടമായിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ അത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോവാനോ മേ ബി വാങ്ങിക്കാനായിരിക്കാം. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓൾറൈറ്റ്, മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ അങ്ങനത്തെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു കമ്പാനിയൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു കമ്പാനിയൻ ആണ്. ഓൾറൈറ്റ്, നിങ്ങൾ യാത്ര റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഒരു സ്പെഷ്യൽ ഫ്രണ്ട്, റെയർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ ആനിമൽ ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ പെറ്റിനെ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ഓർ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു സഹായമാവുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ഈവൻ ലൈക്ക് ഈ ഒരു ജേർണിയിൽ എസ്പെഷ്യലി ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൈൻ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് വേണ്ട ഒരു സ്പിരിച്വൽ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, ബേർഡ്സിലൂടെയോ ആനിമലിലൂടെയോ ആയിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഗ്രൂപ്പ് നമ്പർ 1. കാരണം ഇത് നിങ്ങൾ നോട്ടീസ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യമായിരിക്കാം. അവരൊക്കെ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം തരിക, അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ദാൻ ഹ്യൂമൻ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ കൂടുതൽ ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. വെഹിക്കിൾ ആയിരിക്കാം, ആനിമൽ ആയിരിക്കാം, ബേർഡ്സ് ആയിരിക്കാം. നിങ്ങൾ എങ്ങോട്ടും യാത്ര പോകേണ്ടതായിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ 1. അത് നിങ്ങൾക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അൺപ്ലാൻഡ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു കാര്യമൊന്നും ആയിരിക്കില്ല, പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുക. ചില ആളുകൾ വേറെ കൺട്രിയിലേക്ക് പോകുന്നതായിരിക്കാം, ആദ്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു റെയർ ആയിട്ടുള്ള ഒരു വാഹനത്തിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വാഹനം യൂസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ഡ്രൈവിംഗ് പഠിക്കുന്നതായിരിക്കാം ചില ആളുകൾ. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പാത്ത് കുറച്ചുകൂടി ഈസി ആവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ വിറകടുപ്പിലൊക്കെ ഒരു ടൈം വരെ കുക്ക് ചെയ്ത് പിന്നെ നമുക്ക് ഗ്യാസ് ഒക്കെ കിട്ടുന്ന സമയത്ത് കുറെ കൂടി ഈസിയാണ് സിറ്റുവേഷൻ, അല്ലെ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു കാര്യം അതുപോലെ റീപ്ലേസ് ചെയ്യിപ്പിക്കുന്നുണ്ട് വിത്ത് റൈറ്റ് തിങ് അല്ലെങ്കിൽ സിറ്റുവേഷൻ. ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യം, റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ചില ആളുകൾക്ക് റീപ്ലേസ്ഡ് ആവുന്നത് റൈറ്റ് ആയിട്ടുള്ള കമ്പാനിയൻ ആണ്, വ്യക്തിയാണ്. ഓക്കെ, സോ അതാണ് ലൈക്ക് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളെ മാറ്റി നിർത്തുന്ന സമയത്ത് അവിടെ റൈറ്റ് ആയിട്ടുള്ള ആരെങ്കിലും റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ചില ആളുകൾക്ക് നിങ്ങളുടെ സ്നേഹം, ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സ്നേഹം കൊണ്ട് നിങ്ങൾ കമ്മിറ്റഡ് ആവുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 1. ദിസ് ഇസ് എ കൺഫർമേഷൻ ഫോർ യു. നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇനി അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. മേ ബി നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. ഇമോഷണലി നിങ്ങൾ കംപ്ലീറ്റ്ലി ട്രാപ്ഡ് ആവാൻ പോവാണ്.
നല്ല രീതിയിൽ. ഓക്കെ, സ്നേഹം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും കീഴടക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് സംഭവിക്കാൻ പോവാണ്. ഇതുവരെ നിങ്ങൾ പോവാത്ത ചില പാത്തിലേക്ക് ലൈക്ക് ഒരു പുതിയൊരു സ്റ്റെപ്പ് പോലെയാണ്. ഓക്കെ, ലൈഫിലേക്ക് മുന്നോട്ടുള്ള ഉയരങ്ങളിലേക്കുള്ള സ്റ്റെപ്പ് പോലെയാണ് നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ് കാണുന്നത്. അങ്ങനത്തെ എന്തൊരു സിറ്റുവേഷൻ നിങ്ങൾ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളായിട്ട് എടുക്കുന്നതല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സ്നേഹം കൊണ്ട് നിങ്ങൾ തളയ്ക്കപ്പെടുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1. ലെറ്റ്സ് സീ. സോ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു കാര്യത്തിനോട്, ഒരു വസ്തുവിനോട്, ഒരു ആഗ്രഹത്തിനോട് ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡിക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ല രീതിയിലാണ് ആക്ച്വലി കണക്ട് ആവുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഫിസിക്കലി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഫിസിക്കലി നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് ചില കാര്യത്തിന്റെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. സോ ഈ സമയം നിങ്ങളുടെ ആകെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ നിങ്ങളുടെ ലൈഫിൽ സന്തോഷിക്കാൻ, അത് ടെമ്പററി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ വർത്ത് ആയിട്ട് കാണുന്നില്ല ചില കാര്യങ്ങൾ, ഓൾറെഡി നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ അതിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അത് മെയിൻ റീസൺ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ ബാലൻസ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കേണ്ട ഒരു ടൈമാണ്. ചെറിയ ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈവൻ അത് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ സന്തോഷമായിട്ടിരിക്കാനുള്ളത്. കാരണം ഈ കുറച്ച് സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണം നിങ്ങളത് വേണ്ട രീതിയിൽ കണക്ട് ചെയ്യാതെ പോകുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആയിട്ടിരിക്കുക നിങ്ങളുടെ ചുറ്റുപാട്. കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് സൈക്കിക് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരുന്ന ചില മെസ്സേജ് നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടെ വളരെ ഹോപ്പ്ലെസ് ആയിട്ട് പോവാതിരിക്കുക ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ചില ആൾക്കാരുടെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ഓക്കെ, സോ ചില ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ചില ആളുകളുടെ മെമ്മറീസ് ഒന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ടാവില്ല. ചില പാസ്റ്റ് സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട്, ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾ അതുണ്ടായിരിക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ബട്ട് കൂടുതൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ കൂടുതൽ ഈ ഒരു സമയത്ത് കൊടുക്കേണ്ടത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ലെറ്റ്സ് ടേക്ക് എ മെസ്സേജ് ഫോർ യു ഗ്രൂപ്പ് നമ്പർ 1. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്താണ് നിങ്ങൾ കേൾക്കേണ്ടത്? ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടെലിപ്പത്തിക്കലി കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, കാരണം ഈ സമയത്ത് നിങ്ങൾ ഒരു ഇൻവിസിബിൾ ത്രെഡ് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ മേലെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ഇമോഷൻസ് എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സന്റെ അടുത്ത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ കാണാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. സോ ഈ സമയം നിങ്ങൾ ഒരുപാട് ടെലിപ്പത്തിക്കലി എന്തൊക്കെയോ ഒരു കാര്യത്തിൽ കണക്ട് ചെയ്യുന്നുണ്ട്. സോ അത് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഓർ എന്താണോ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിലും അത് ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ കണക്റ്റഡ് ആണ്. ഇത് നിങ്ങളുടെ ഒരു ഹെൽത്തി സിറ്റുവേഷൻ മാത്രം നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഒരു ടോക്സിക് ആയിട്ടുള്ള അഡിക്ഷനോ നിങ്ങളുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളും ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തോ ഒരു കാര്യം കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, എന്തൊരു കാര്യം നിങ്ങൾ ഒരുമിച്ച് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. അതുകൊണ്ടാണ് നിങ്ങൾ ചില കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നത്, നിങ്ങൾ ചില കമ്മിറ്റ്മെന്റ് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത്. ഓൾറൈറ്റ്, ചില വ്യക്തികൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അടുത്തൊരു സ്പെഷ്യൽ കമ്മിറ്റ്മെന്റ്
ചില ആളുകൾക്ക് ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒരുപാട് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് ഇത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, അതൊരുപാട് പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് നിന്നിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഓൾറെഡി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അല്ലാത്ത ആളുകൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ എന്താണോ നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ട് ഈ ഒരു സമയത്ത് തോന്നുന്നത് അതിൽ തന്നെ നിങ്ങൾ പിടിച്ചു നിൽക്കാതിരിക്കുക. കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ട് കളയുന്ന സമയത്താണ്, ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുന്ന സമയത്താണ് എന്താണോ നിങ്ങൾ അത്ര ബോധർ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിന് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. കാരണം ചിലത് നിങ്ങൾ ഈ ഒരു സമയത്ത് എല്ലാവരുടെ സിറ്റുവേഷൻ പറയുന്നില്ല, പക്ഷെ ചില ആളുകൾ നിങ്ങൾ ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് അത് നിങ്ങൾക്കൊരു സീരിയസ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാരേജ് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾ എന്തോ ഒരു സീരിയസ് കമ്മിറ്റ്മെന്റിലേക്ക് വേറൊരു വ്യക്തിയുമായിട്ട് വരേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾ നിങ്ങൾക്കത് പുതിയ പേഴ്സൺ ആയിരിക്കാം, പുതിയൊരു സിറ്റുവേഷൻ ആയിരിക്കാം. വരുന്ന സമയത്ത് എത്ര കാലമായിട്ടുള്ള നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു കാര്യം കൂടെ നിങ്ങളിൽ വന്നാലേ, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ വന്നാലേ, നിങ്ങൾ ഒരുമിച്ച് നിന്നാലേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു കല്യാണം കഴിച്ചിട്ട് കുട്ടികളൊക്കെ ഉണ്ടാവുന്നത് പോലെ, ഓൾറൈറ്റ്, ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വന്ന ഒരു ഫാമിലി ബിൽഡ് ചെയ്യുന്നത് പോലെ അത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. കാരണം ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറച്ച് ടോക്സിക് ആവുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ടോക്സിസിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് നിങ്ങൾ മാത്രം നിങ്ങളുടെ ഇമോഷൻസ് മാത്രം നോക്കുക. കാരണം നിങ്ങളുടെ ഇമോഷൻസ് ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾ അത് ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അത് ഒരുപാട് ഇൻസെക്യൂർ ആക്കുന്നുണ്ടെങ്കിൽ അത് ബാലൻസ്ഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു പ്ലേസിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ചും ഒരാളും ഉണ്ടാക്കാൻ സാധിക്കില്ല, നിങ്ങളിലും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ചില ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല, ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കം ഔട്ട് ഓഫ് ദാറ്റ്. അതല്ലാതെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല ഗ്രൂപ്പ് നമ്പർ 1. കാരണം മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അതിന്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ഈ സമയത്ത് കോൺഫിഡന്റ് ഇല്ലാണ്ടാക്കുന്നത് മുന്നോട്ട് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നുണ്ട് അത്. ചില ആളുകൾ ഇത്ര കാലമായിട്ട് നിങ്ങൾ പോകുന്ന ഒരു ടോക്സിക് കംപ്ലീറ്റ് ആയിട്ട് വിട്ടേക്കുക. കാരണം വിട്ടു കഴിയുന്ന സമയത്താണ് നിങ്ങൾക്ക് പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഗ്രൂപ്പ് നമ്പർ 1. സോ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, group number 2, what major blessings are coming for you? ഗ്രൂപ്പ് നമ്പർ 2, എനിക്ക് കാണാൻ പറ്റുന്നത് വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, മുന്നോട്ട് വരുന്ന സമയത്ത് ഓൾറെഡി നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, പ്ലസന്റ് ആയിട്ടുള്ള പ്ലേസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എവിടെ നോക്കുന്ന സമയത്തും അല്ലെങ്കിൽ എവിടെ പോകുന്ന സമയത്തും വളരെ പ്ലസന്റ് ആണ്. ഓക്കെ, സോ ക്ലൈമറ്റ് പോലും നിങ്ങൾക്ക് ഫേവർ ആയിട്ട് നിൽക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് മുന്നോട്ട് വരുന്ന സമയത്ത് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലൈമറ്റ് എന്ന് പറയുന്നത് പ്രകൃതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫേവർ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം. ഫൈനാൻഷ്യലി വരുന്ന സമയത്ത്, ജോബ്, നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത്, നിങ്ങളുടെ സെൽഫ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. ആത്മാഭിമാനം തോന്നുക നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ. ഈവൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്തും ചെയ്യാം എന്നുള്ള ചില കോൺഫിഡൻസ് നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, പ്ലസന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്, എവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പ്രാക്ടിക്കലി ആണ് കണക്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ബെനിഫിറ്റ്സ്, നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അത് ഭാവിയിൽ നിങ്ങൾക്ക് അതെങ്ങനെ ഗുണം ചെയ്യുന്നുള്ള ഒരുപാട് കൺസേൺസ്, അത് എന്ത് തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും
കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. അങ്ങനത്തെ എന്തെങ്കിലും തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം. അതൊന്നെങ്കിലും നിങ്ങളുടെ ഒരു സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, ഓർ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിട്ടോ ഓർ എന്തെങ്കിലും പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. സോ നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു സ്ഥലം സ്വന്തമാക്കുന്നത് പോലെ, നിങ്ങളുടെ ഒരു ആവാസ സ്ഥലം സ്വന്തമാക്കുന്നത് പോലെ, നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഏതൊക്കെയോ രീതിയിൽ. ഓക്കെ, സോ ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, ഓർ എന്തെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കാം, വീടോ പ്രോപ്പർട്ടി. ഓൾറൈറ്റ്, ഗ്രൂപ്പ് നമ്പർ 2 എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ് നോക്കാം. Group number 2, what major blessings are coming to you? What major blessings are coming for you, group number 2? സോ ജോബിലൊക്കെ വരുന്ന സമയത്ത്, വർക്ക് പ്ലേസിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങൾ എന്താണോ ഡേ ടു ഡേ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ചെയ്യാണ്. ഓക്കെ, പ്രൊഡക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആയിരിക്കാം ചില ആളുകൾ, കാരണം നിങ്ങൾ എന്തൊക്കെയോ പുതിയ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ഒരുപാട് ഭാവിയിലേക്ക് നിങ്ങൾ എടുക്കുന്ന ചില കാര്യങ്ങളാണ്. സോ അങ്ങനത്തെ എന്തൊക്കെയോ തീരുമാനത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് കൺക്ലൂഷനിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങൾ എവിടെ സെറ്റിൽ ചെയ്യണം എന്നുള്ളത്. കാരണം നിങ്ങൾ കുറച്ച് സമയത്തേക്ക് നല്ലൊരു ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതൊന്നുകിൽ നിങ്ങൾ ഈ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. കുറച്ച് സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് എവിടെ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് യാത്ര ഇൻവോൾവ് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും പുതിയ പുതിയ കൾച്ചറൊക്കെ പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു മേജർ ഓഫർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതെന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, ഓർ ഏതെങ്കിലും നിങ്ങളുടെ ലൈഫിന്റെ ഏതെങ്കിലും ഏരിയസിൽ നിങ്ങൾ അത് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്തൊരു മേജർ ലോങ് ടേം ഓഫർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ ക്വാളിറ്റി ഉള്ള എന്തെങ്കിലും ഒരു കാര്യമാണ്, ജോബോ എന്ത് സിറ്റുവേഷൻ നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓർ എന്താണോ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അത് നല്ലതാണ്. ഓക്കെ, അത് ചില ആളുകൾക്ക് പ്രോപ്പർട്ടി ആയിരിക്കാം, ജോബ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം ചില ആളുകൾക്ക്, ഓർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു വ്യക്തി വളരെ ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ്. റെയർ ആയിട്ടുള്ള ചില ആളുകൾ, അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, റെയർ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ്. സോ ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നൊരു സമയമാണ്. ഓക്കെ, സോ നിങ്ങൾ എസ്പെഷ്യലി ലൈക്ക് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അതുപോലെ എൻറ്റർ ചെയ്യുന്നുണ്ട്, വളരെ ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, what major blessings are coming for you? പുതിയ കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, സംസാരിക്കാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ലൈക്ക് നമ്മൾ ഓരോ പ്ലേസിൽ പോകുന്ന സമയത്ത് നമ്മളുടെ ഒരു സംസാര സ്ട്രക്ചർ ഡിഫറെന്റ് ആണ് അല്ലെ. സോ നമ്മള് വർക്ക് പ്ലേസിൽ ഒരു ഡിഫറെന്റ് ആയിട്ടായിരിക്കാം സംസാരിക്കുന്നുണ്ടായിരിക്കുക, ഓർ നിങ്ങളുടെ ഒരു പാഷനിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടായിരിക്കാം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ ഏതൊക്കെ ഒരു ഫീൽഡില് അതിന് യോജ്യമായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ചില ആളുകൾ അത് ലാംഗ്വേജ് ആയിരിക്കാം, പുതിയ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ സംസാര ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി ഒരു ബെറ്റർ ആക്കുന്ന ഒരു കാര്യത്തിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ഡ്രസ്സിംഗ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ സംസാരം ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിലും ഒരു ബെറ്റർ ആൻഡ് ക്വാളിറ്റി പേഴ്സണെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ഓക്കെ, സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 പഠിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് എന്താന്നുള്ളത്, പുതിയ കൾച്ചർ. സോ ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അഗൈൻ നിങ്ങൾക്ക് സംസാരം ഓർ നിങ്ങളുടെ ഒരു ത്രോട്ട് ചക്ര വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്പെഷ്യലി നിങ്ങൾ ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ നിങ്ങൾ വീണ്ടും ചില കാര്യത്തിലേക്കൊക്കെ ഇറങ്ങി വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഫിയർ, അതിന്റെ ആങ്സൈറ്റി,
ഓർ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നർ ചൈൽഡ് ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ചില ടാലൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതിലേക്ക് വരുന്ന സമയത്ത് ചില സമയത്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു പേടി നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും അല്ലെ. സോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള പല സിറ്റുവേഷനിലും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചില ബോധപൂർവമുള്ള ആക്ഷൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സെൽഫ് എസ്റ്റീം ഒക്കെ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, സോ നിങ്ങളുടെ പൊസിഷൻസ് നിങ്ങളുടെ ലൈഫ് വെച്ച് നോക്കുന്ന സമയത്തോ നിങ്ങളുടെ ഒരു ജോബ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്തോ നിങ്ങളുടെ പൊസിഷനിൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 ചില ആളുകൾക്ക് നിങ്ങളുടെ ഓരോ ഏജിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും അവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് സംഭവിക്കുന്ന ചില മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് ആക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്നും വേസ്റ്റ് ആക്കുന്നില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വേസ്റ്റ് ആക്കുന്നില്ല ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾ ഈവൻ നിങ്ങളുടെ കഴിവുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ആക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഏത് ഏജിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ അപ്ഡേറ്റ് ആവുന്നുണ്ട് കാര്യങ്ങൾ. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ഇതുവരെ പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല നിങ്ങൾ. ഓക്കെ, സോ കംപ്ലീറ്റ് നിങ്ങളൊരു സിറ്റുവേഷന് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ബർത്ത് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ പാസ്റ്റ് എന്ന്. ഓൾറൈറ്റ്, ഒരു ചില ആളുകൾക്ക് നിങ്ങൾ ഫ്രീ ആവുന്നത് നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള എനർജി ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതൊന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ഫ്രീ ആണ്. ഓക്കെ, ഓൾറൈറ്റ്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുക. കാരണം നിങ്ങൾക്ക് തോന്നുകയാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ശീലമായി പോയിട്ടുണ്ടായിരിക്കണം. നിങ്ങളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ തന്നെ ഹാബിറ്റ് ആയിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾ ആക്ച്വലി ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 സോ നിങ്ങളൊന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് തോന്നിയിട്ടുള്ള എന്ത് കാര്യമാണ് നിങ്ങളുടെ ഉള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുള്ളതായിട്ടുള്ള നിങ്ങൾ ഡീൽ ചെയ്യുന്നതോ ആയിട്ടുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാറ്റം വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. കാരണം നിങ്ങൾ ഫ്രീ ആണ്. ചില പ്ലേസ് ചില ടോക്സിസിറ്റി ചില കാർമിക് സിറ്റുവേഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം. ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ബുദ്ധിമുട്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പൊസിഷനിലും ചേഞ്ച് ഉണ്ടാവുകയാണ്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഒരു അനുഗ്രഹമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പെട്ടെന്ന് ജോബിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആയിരിക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിരിക്കാം. പെട്ടെന്ന് ചില കാര്യങ്ങൾ എൻഡ് ആവുന്നതായിരിക്കാം. ഓക്കെ, ലൈക്ക് ബ്രേക്കപ്പ്. പെട്ടെന്ന് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്, കാരണം ഈ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ചക്രയാണ്. കാര്യങ്ങൾ പറയാനുള്ളൊരു കഴിവാണ്. ഓർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വാട്ട് മേജർ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു? Strength. Okay, it's like more like നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫിയർ, നിങ്ങളുടെ ആങ്സൈറ്റി, നിങ്ങളുടെ ടാലന്റ്, സോ നിങ്ങളുടെ ചില പാഷൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് കുറവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ഒരു ഫീലിങ്സ് ഉള്ളിന്റെ ഉള്ളിലെ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്ര കാലമായിട്ട് നിങ്ങൾ ഇൻസെക്യൂർ ആക്കി വെച്ചിട്ടുള്ളത്, നിങ്ങൾക്കൊരു കുറവായിട്ടുള്ള, നിങ്ങൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ മാറ്റി മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. അത് നിങ്ങൾ കാണിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ കാണിക്കുകയാണ്. സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു വൾനറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ കൂടുതൽ കൺവേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അത് അത്ര കാലമായിട്ട് നിങ്ങളത് പറയുന്നത് ശരിയാണോ അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ അത് നിങ്ങൾക്ക് എങ്ങനെ കൺവേ ചെയ്യണം എന്നുള്ളത് അറിയില്ല. അത് ഏത് ഭാഷ നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അത് എങ്ങനെ പറയണം, കാരണം വാക്കുകൾ നിങ്ങൾക്ക് വലിയൊരു പ്രോബ്ലം ആയിരുന്നു.
നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ചില ആളുകളുടെ അടുത്ത് പറയണം. അത് ഈവൻ നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2. ആൻഡ് വാട്ട് ഐ ഫീൽ ലൈക്ക് നിങ്ങളെയാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ അടുത്താണ് ഒരു ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ലോയൽ ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ തന്നെയാണ് എണീപ്പിച്ചു നടത്തുന്നത്, വളർത്തിക്കൊണ്ടുവരുന്നത്. ഗ്രൂപ്പ് നമ്പർ 2, ഇറ്റ്സ് മോർ ലൈക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ആയിട്ട് വളരെ നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു പാരന്റ് ആവുന്നുണ്ട്, നിങ്ങളുടെ തന്നെ നല്ലൊരു പാരന്റ് ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് തന്നെ ആ ഒരു സ്നേഹവും കൈൻഡ്നെസ്സും ഒക്കെ നിങ്ങൾ കാണിക്കുന്ന സമയത്ത് നാച്ചുറലി അത് നിങ്ങളുടെ ചുറ്റുപാടിലേക്കും അത് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ചുറ്റുപാടിലേക്കും അത് എക്സ്പ്രസ്ഡ് ആവുന്നുണ്ട്. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവാണ്, നിങ്ങളുടെ ചുറ്റുപാടിലും മാറ്റങ്ങൾ ഉണ്ടാവാണ്. ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചുള്ള പല കാര്യത്തിലും വരെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, what major blessings are coming for you? Trust your intuition, group number 2. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ടാലന്റ്, നിങ്ങളുടെ ബ്യൂട്ടി. ഓക്കെ, സോ നിങ്ങളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം. നിങ്ങളുടെ സംസാരമായിരിക്കാം, നിങ്ങളൊരു നേച്ചർ ആയിരിക്കാം, നിങ്ങൾ നല്ലൊരു ലിസണർ ആയിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കുക, എസ്പെഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റില്, എസ്പെഷ്യലി നിങ്ങളുടെ ചൈൽഡ്ഹുഡിലൊക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓർ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ ഒരു ട്രാമ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ മനസ്സിലാക്കുക ഗ്രൂപ്പ് നമ്പർ 2, ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിലേക്ക് വർക്ക് ചെയ്യേണ്ട ചില കാര്യത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തൊക്കെ ട്രാമ ഉണ്ടായിട്ടുണ്ടോ, അത്ര വർഷത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കാതെ നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ ഓൾറെഡി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, നിങ്ങളെ തന്നെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ പെയിൻ മനസ്സിലാക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, യു ആർ സോ ബ്ലെസ്ഡ്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ വിഷമം എന്താന്നുള്ളത്, ഓർ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, അതിന് നിങ്ങൾക്ക് എത്രമാത്രം പെയിൻ ഉണ്ടാവുന്നുണ്ട്, ഓർ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, ഇമോഷണലി സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ സംഭവിക്കുന്നത്, ആ ഒരു പെയിൻ മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. സോ കാരണം അത് മനസ്സിലാക്കിയാലേ നമുക്ക് എങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് അറിയുള്ളൂ. ഓക്കെ, അത്ര കാലമായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ടാവില്ല. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ശരികളും നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു പോരായ്മ എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. സെൽഫ് റെക്കഗ്നിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ആണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാർമിക് പാറ്റേൺ, കാർമിക് സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ സമയം ഫ്രീ ആണ്. അല്ലെങ്കിൽ എന്തൊരു കാര്യം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ടോക്സിസിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലെസൺ ആയിട്ടോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്തിനാണ് എന്നുള്ളത്. കാരണം അങ്ങനെ സംഭവിച്ചിട്ടുള്ളതിന് ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഇത്ര ഡീപ്പായിട്ട് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. ഗ്രൂപ്പ് നമ്പർ 2, സോ അത് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. New beginning, a new adventure awaits. Embrace it and live your dreams passionately. Exactly, it's a new birth for you. ഒരു പുതിയ ചാപ്റ്റർ ആണ്. കാരണം ഇത്ര കാലം നിങ്ങൾ പോകേണ്ടതും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനീഷ്യലി പറഞ്ഞതുപോലെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു പാത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, വെളിച്ചം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ക്ലൈമറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഫേവർ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരുപാട് സൺ ലൈറ്റ്, ഒരുപാട് എനർജിയാണ്.
സോ നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമാണ്. സൺലൈറ്റ് ഒക്കെ കൊള്ളുന്നത്, ജനവാതിലൊക്കെ തുറന്നിടുക. ഒരുപാട് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ, കാരണം ആ ഒരു വെളിച്ചമാണ് നിങ്ങൾക്ക് ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കുന്നത് മുന്നോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, പോസിബിലിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില പോസിബിലിറ്റീസ് നിങ്ങൾ നോക്കുന്നുണ്ട്. സോ ചില കാര്യത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേറൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു ഗ്രേറ്റ് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു പാരന്റ് ആവുന്നുണ്ട്. ഓക്കെ, നല്ലൊരു പ്രൊട്ടക്ടർ ആവുന്നുണ്ട്. ലൈക്ക് ദിസ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 സെൽഫ് ആയിട്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന സമയത്ത് ട്രസ്റ്റ് മീ, നിങ്ങളുടെ കൂടെയുള്ള ആളുകളും സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ആവും. പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് വ്യക്തികളെ ചേഞ്ച് ആക്കാൻ സാധിക്കുക എന്നുള്ളത്. ഓക്കെ, സോ അത് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ, എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ ഇതുപോലത്തെ ചേഞ്ചസ്, നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. ആളുകൾ അത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവും എന്താ എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. Group number 2. So അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. Hope you like this reading. Let's move to group number 3 now. Hey group number 3, what major blessings are coming for you? ഗ്രൂപ്പ് നമ്പർ 3, ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിലായിരിക്കാം. അതായത് നിങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കി വരുന്ന ഒരു സ്റ്റേജിലായിരിക്കാം. ഓക്കെ, സോ ഒരു ലൈഫിന്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾ ഓൾറെഡി അതൊന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. സോ കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താണെന്നുള്ളത് കാരണം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ റിയലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടോ ഓർ ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേർപ്പസ് ആയിരിക്കാം. സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു പേർപ്പസിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാഷൻ, പേർപ്പസ്, സെൽഫ്. സോ സഡൻലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഫിസിക്കൽ ചേഞ്ച്, നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഒക്കെ നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ പെട്ടെന്ന് ഉണ്ടാവുന്ന ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കൺഫർമേഷൻ ആണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, what major blessings are coming for you? Let's see. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്? ഗ്രൂപ്പ് നമ്പർ 3. What major blessings are coming for you? Group number 3. What major blessings are coming for you? ഓക്കെ, നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബ്ലെസ്സിങ് തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താ ലൈഫിൽ വേണ്ടത് എന്നുള്ളത്. അതൊരു നല്ലൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യാന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. സോ നിങ്ങൾ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കിട്ടണം എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആഗ്രഹത്തിന്റെ മേലെ നിങ്ങൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ അല്ലാത്ത പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാനും അത് നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കമ്പാരിസൺ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്പാരിസൺ നല്ലതാണ്. കാരണം നിങ്ങൾ അത്ര കാലമായിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിലായിരിക്കാം നിന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കണം. സോ ചില കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ നന്നായിട്ട് ബാലൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു മേജർ ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, മേജർ ചേഞ്ചസ് ആണ്. ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ആളുകളെ നിങ്ങൾ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തോന്നിയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാനും അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ അവരായിട്ട് നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക് വരിക, നല്ല റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരിക. അത് നിങ്ങൾ പെർമനന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നല്ല പറയുന്നത്, പക്ഷെ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ഒരു സോൾ ഫാമിലി എന്നുള്ള ആളുകൾ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ജേർണി കൂടുതൽ നിങ്ങളെ എക്സൈറ്റ് ആക്കുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ അതുപോലത്തെ ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഫീലിംഗ്സും സിറ്റുവേഷനും ഒക്കെ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 3.
കാരണം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില കണക്ഷൻസ് ഒക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചില റിസർച്ച് നിങ്ങൾക്ക് ആക്ച്വലി സംഭവിക്കുന്നുണ്ട്, ചില കാര്യത്തിന്റെ ഒരു ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊരു മേജർ ആഗ്രഹത്തിൽ നിങ്ങൾ വളരെ നല്ല ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല. സോ എന്തൊരു കാര്യം നിങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ്, നിങ്ങൾക്കൊരു ഉണ്ടാവുന്ന ഒരു സപ്പോർട്ട്, ഏഞ്ചൽസ് ഓർ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അഡ്മയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് ആളുകളാണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് മാത്രമായിട്ട് എന്തോ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആക്ച്വലി വേറെ ഒന്നും ഫോക്കസ്ഡ് അല്ല. സോ ഇതുപോലത്തെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വേറൊന്നിലേക്കും നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ഒരു ശ്രദ്ധ ഒന്നിൽ മാത്രം ആവുന്ന സമയത്ത് പല പ്ലേസിലും അതുവരെ നിങ്ങള് കിട്ടിക്കൊണ്ടിരുന്ന പല പ്ലേസിലും നിങ്ങളെ കിട്ടുന്നുണ്ടാവില്ല, നിങ്ങളൊരു അറ്റൻഷൻ അവിടെ ഉണ്ടാവുന്നില്ല. സോ പല ആളുകളും നിങ്ങളെ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ ഒരു ആബ്സെൻസ് പല ആളുകൾക്കും നിങ്ങളെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്, നിങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട് ചില ആളുകൾ. ഓക്കെ, ആൻഡ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റീസും നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ മനസ്സിലാക്കാനും ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. സോ പെട്ടെന്ന് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ലൈക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോളോ, വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില ഓഫേഴ്സ് ആയിരിക്കാം, ദൂര സ്ഥലത്ത് നിന്നായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് എന്നുള്ള ആരെങ്കിലും നിങ്ങളെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നതായിരിക്കും ഔട്ട് ഓഫ് ദി ബ്ലൂ. ഒട്ടും ഒരു ക്ലൂ ഇല്ലാതെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചില കോളോ മെസ്സേജോ ഓർ ഓഫർ ആയിരിക്കാം ചില ആളുകൾക്ക്. ഓക്കെ, സോ അത് ഏതെങ്കിലും വ്യക്തിയുടെ അടുത്ത് നിന്നായിരിക്കാം, ഓർ എന്തെങ്കിലും ജോബ് ഓഫർ ആയിരിക്കാം, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ. മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ പല കാര്യത്തിന്റെയും ഒരു റൈറ്റ് ടൈമിൽ കൂടിയാണ് പോകുന്നത്. സോ പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതാണ് ചില കാര്യങ്ങൾ. ഓൾറൈറ്റ്, സോ അത് നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന സമയത്തും ഓർ ചില ആളുകളുടെ വലിയൊരു കൺസിഡറേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് മേ ബി നിങ്ങൾക്ക് കുട്ടികളെ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നതായിരിക്കാം, വളരെ സന്തോഷമായിട്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി കാരണോ ഒന്നല്ല നിങ്ങൾ ചെയ്യുന്നത്, ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഒന്നെങ്കിൽ അത് പ്രഗ്നൻസി ആയിരിക്കാം, ഓർ എന്തെങ്കിലും മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾ അതിന്റെ ഒരു പീക്ക് ലെവലിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളൊക്കെ നോക്കുന്ന സമയത്ത്, കുട്ടികളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ചില ആളുകൾ ചില കാര്യത്തിലൊരു സേഫ് ബൗണ്ടറി നിങ്ങൾ വെക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന എന്നുള്ളതല്ല, നിങ്ങൾക്ക് അത്ര ഒരു എക്സൈറ്റ്മെന്റ് തരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്കൊരു കൈൻഡ് ഓഫ് പ്രഷ്യസ് പോലെയാണ്, അത് നിങ്ങൾക്കൊരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം പോലെയാണ്. ഓക്കെ, സോ നിങ്ങൾ അത്ര അഡ്മയർ ചെയ്യുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് പല ആളുകൾക്കും പല പോലെ ആയിരിക്കാം. നിങ്ങൾക്ക് അത്ര ഒരു സ്നേഹം തോന്നുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലോ നിങ്ങൾക്കത് നിങ്ങളുടെ ഇതാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇതുപോലെ ഒരുപാട് സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ഒരു സൗഹൃദമായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം ചില ആളുകൾക്ക്. ഓർ അങ്ങനെ ജസ്റ്റ് ഇമാജിൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് അത്ര ഒരു വേണ്ടപ്പെട്ട ഒരു കാര്യം ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങളുടെ സോൾ അതുപോലെ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്, അല്ലെ? സോ അത്ര ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിപ്പിക്കുന്നുണ്ട്. ഓക്കെ, group number 2, what major blessings are coming for you? Let's see, major blessings are coming for you. ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, സോ നിങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസിലേക്ക് വരുന്നുണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ
ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വളരെ ആസ്വദിച്ച് ചെയ്യാൻ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത്ര ഒരു സന്തോഷം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. വ്യക്തികൾ കാരണം നിങ്ങൾക്ക് അത്രയൊരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഒരു ടാലന്റ്, നിങ്ങളുടെ ഒരു സ്കില്ല് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം. അതിന് നിങ്ങൾക്ക് സന്തോഷം മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് മേ ബി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കണം. ആരുടെയെങ്കിലും കോളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു തിരിച്ചു വരവ് നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസിങ് ആയിരിക്കണം. ഓക്കെ, സോ ഇത് മെയിൻ ആയിട്ട് സംഭവിക്കുന്നത് നിങ്ങൾ എന്തൊരു ഡിസ്ട്രാക്ഷൻ അവിടെ ഉണ്ടാവുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം, പക്ഷെ പെട്ടെന്ന് ചില കാര്യങ്ങൾ, പെട്ടെന്ന് ഉണ്ടാവുന്ന ചില തിരിച്ചു വരവുകൾ നിങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണറെ കൊണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ആരെങ്കിലും ഒരാൾ നിങ്ങളെ വളരെ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ മെറ്റീരിയൽ ഏതെങ്കിലും ഒരു വ്യക്തി വളരെ ഡീപ്പായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ഓർ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു പാർട്ട്ണർ ഓർ നിങ്ങളുടെ അടുത്ത് അത്ര ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഒരു ഹസ്ബൻഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ വൈഫ് മെറ്റീരിയൽ എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ മേലായിരിക്കെങ്കിലും. ഓക്കെ, സോ നിങ്ങൾ സീരിയസ് ആയിട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ അഡ്മയർ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3. ഓൾറൈറ്റ്, നിങ്ങൾ ആരും അത്ര ഡീപ്പായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അത് റിവീൽ ചെയ്യാൻ പോകുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരുന്ന സമയത്ത് സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കും അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾക്കും ആ ഒരു പാർട്ട്ണർഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഓൾറൈറ്റ്, ഓർ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് ഇമോഷണൽ സിറ്റുവേഷൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. പ്രഗ്നന്റ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് അത്ര സന്തോഷമായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകളെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, എസ്പെഷ്യലി കണക്ഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ഡീപ്പായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അതുവരെ നിങ്ങളെ കണക്ട് ചെയ്യാത്ത ചില കാര്യത്തിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ എന്തൊക്കെയോ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സമയത്ത്, സോ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അത് നിങ്ങൾക്ക് എത്ര ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം ആ ഒരു കാര്യത്തിൽ നിന്ന്. നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേർപ്പസ്. കാരണം ചില ആളുകൾ നിങ്ങളുടെ ഒരു പേർപ്പസിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരുന്ന ചില ആളുകളെ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട്സ് റിയലി ഗോയിങ് ഓൺ ഗ്രൂപ്പ് നമ്പർ 3, ദ എംപറർ ആൻഡ് ദ എംപ്രസ്. സ്പിരിച്വൽ കണക്ഷൻസ് നിങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻസ് കൊണ്ട് നിങ്ങൾ ഒരുപാട് പ്ലസന്റ് ആയിട്ടുള്ള, ഒരുപാട് ഇന്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ചില ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ സ്പിരിച്വലി അവേക്കൻ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള റൊമാൻറ്റിക് സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3, ട്രസ്റ്റ് മീ, ഈ ഒരു റൈറ്റ് പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളുടെ ഒരു മാസ്കുലിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫെമിനിൻ എന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. അല്ലെ, നിങ്ങൾ ഓൾറെഡി, കാരണം ചില ആളുകൾ ഓൾറെഡി നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിൽ കൂടെ പോകുന്ന ആളുകളാണ്. സോ ആ ഒരു സിറ്റുവേഷന്റെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ആൻഡ് റീകണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ നിങ്ങൾ ചെയ്യാൻ പോവാണ്. അത് നിങ്ങളുടെ പല ഏരിയാസിലായിരിക്കാം. നിങ്ങൾ അത്ര ആഴത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അത്ര എവേക്കൻ ആക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. മെന്റലി, ഇമോഷണലി, ഫിസിക്കലി, റൊമാൻറ്റിക്കലി. ഓൾറൈറ്റ്, ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഗ്രൂപ്പ് നമ്പർ 3 മുന്നോട്ട് വരുന്ന സമയത്ത്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കോൾസ്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റിട്ടേൺ. 3, ലെറ്റ്സ് ടേക്ക് 1 മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ,
സോ നിങ്ങളുടെ ഒരു പ്രോസ്പെരിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത്. ഓക്കെ, സോ അത് പല ഏരിയാസിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, മാരേജ്, മാരിറ്റൽ പാർട്ട്ണർ, ഓർ നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രോങ് കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, അവിടെ അതിന്റെ ഒരു എക്സ്ട്രീമിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംഭവിച്ചത് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല. സോ ലൈക്ക് എന്തുകൊണ്ടാണ് ചില സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയത് എന്നുള്ളത്. സോ അതിനൊക്കെ ഉള്ളൊരു ആൻസർ, വളരെ ഡീപ്പ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ആൻസർ, അത് നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ സോളിന് ഒരു ഫ്രീഡം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് ലൈഫ് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ എന്താന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ ലൈഫിൽ എന്താന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് നിങ്ങൾക്ക് സ്വയം അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഒരു സെൽഫ് റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ദേശിൽ നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ട്വിൻ ഫ്ലെയിം, ഡെഫിനറ്റ്ലി മാസ്കുലൻ ഫെമിനിൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. സോ അതിൽ നിങ്ങളും നിങ്ങളുടെ സോളും ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. യുവർ പാഷൻ ഇഗ്നൈറ്റ്സ്. Alright, so get ready. Group number 3, ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന വ്യക്തിയായിരിക്കാം, ഓർ ഈവൻ നിങ്ങൾക്ക് ഒരു കണക്ഷൻ തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കറിയാം ഓക്കെ ഇങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം, ഓർ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട് ആൻഡ് അതിന്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് എന്തുകൊണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചു. ആൻഡ് മോർ ഓവർ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഒരു കൺസേൺ അതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത്ര ഒരു ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ടായി, പക്ഷെ അത് ഒരു മ്യൂച്വലി നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു തടസ്സം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിലേക്ക് വേറെ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളെ പറ്റി ചിന്തിക്കാനും നിങ്ങളുടെ ആബ്സെൻസ് മനസ്സിലാക്കാനും ഉള്ള ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. സോ ചില കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, കാരണം ഈ സമയത്ത് ഇങ്ങനത്തെ എസ്പെഷ്യലി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തില് ഇനിയും പോസിബിലിറ്റി, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പോസിബിലിറ്റി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, സോ അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിലല്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് തരുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾ വരിക. ലൈഫായിട്ട് തന്നെ നിങ്ങൾക്ക് അത് തരുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തൊരു കാര്യത്തിൽ വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ശ്രദ്ധ അതിൽ മാത്രമായി പോകുന്നുണ്ട്. അത് ചെറിയ ചെറിയ കാര്യമായിരിക്കാം, നിങ്ങളുടെ സോളിനെ അത്ര സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, സോ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു വൈഫ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഒരു അമ്മയോ അച്ഛനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു അമ്മ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടും നിങ്ങളുടെ പാർട്ട്ണറെ കൊണ്ടും അത്ര സന്തോഷവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ സേഫ് ആയിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫാമിലി ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഇതുപോലത്തെ ഒരു കണക്ഷൻ സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇതുപോലത്തെ ആളുകളെ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം, പുതുതായിട്ട് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കാം, ഓൾറെഡി നിങ്ങൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ റീകണക്ട് ചെയ്യുന്നതായിരിക്കാം ഹെൽത്തി ആയിട്ട്. ഓൾറൈറ്റ്, എന്ത് ബ്ലെസ്സിംഗ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അതിന്റെ ഒരു പ്രോസ്പെരിറ്റി ആണ് നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യുന്നത്. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.